മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഫലവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പപ്പായയും പൈനാപ്പിളും ചക്കയും മറ്റും കയറ്റി അയക്കുന്ന നേട്ടത്തിൻ്റെ കഥ പറയുകയാണ് കാസർഗോഡ് ബൽറാം ഭട്ടും കർഷക സുഹൃത്തുക്കളും. 2017 3 ഏക്കറിൽ തുടങ്ങിയ കൃഷി ഇന്നിപ്പോൾ 50 മുതൽ 60 ഏക്കർ വരെ കൃഷി ചെയ്യുന്ന 20ഓളം പേർക്ക് തൊഴിൽ നൽകുന്ന തലത്തിലെത്തിയിരിക്കുന്നു. എൻ്റെ പേര് കാക്കുഞ്ച ബൽറാം ഭട്ട് എന്നാണ്. 2017 മുതലാണ് ഞങ്ങളൊരു ചെറിയ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ആദ്യമായി ഞങ്ങൾ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കേരള വെറൈറ്റിയായ മൗറീഷ്യസ് എന്ന് പറയുന്ന പൈനാപ്പിളിൻ്റെ സക്കർ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 2017 ഒരു 3 ഏക്കർ കൾട്ടിവേഷൻ ചെയ്തു. 2019 കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കോവിഡിൻ്റെ കാരണം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാലും ഞങ്ങളത് അവിടെ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളതിനെ തുടർന്ന് ചെയ്യാനുള്ള ഒരു താല്പര്യം കൊണ്ടും കൃഷി ആയതുകൊണ്ട് അത് മുമ്പ് ഭാവിയിലത് നല്ലതുപോലെ നമുക്കൊരു ഗുഡ് റിസൾട്ട് കിട്ടുന്നുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങളതിനെ മുമ്പിലോട്ട് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ലാതെ ഞങ്ങൾ ഒരു 10-20 പേർക്ക് തൊഴിലും കൊടുത്ത് ആ പ്രസ്ഥാനം ഞങ്ങളങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവരും ഞങ്ങളെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു പാക്ക് ഹൗസിൻ്റെ യൂണിറ്റിനെ അവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അത് നല്ലപോലെ അതിൻ്റെ എല്ലാ ഗൈഡ് ലൈനും ഞങ്ങൾക്ക് അവർ പറഞ്ഞു തരികയും അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കുകയും അത് ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. 2022 മാർച്ചിലാണ് ഞങ്ങളത് പൂർത്തീകരിച്ചത്. അതിന് ഗവൺമെൻറ്റിൽ നിന്ന് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് കിട്ടേണ്ട സബ്സിഡി തുകയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ കൃഷിയുടെ ഉണ്ടാക്കിയ ഉൽപ്പാദനങ്ങൾ ഞങ്ങൾ കയറ്റി അയക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലേക്കാണ് ഇത് ഞങ്ങൾ മെയിനിൽ അയക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഈ കൃഷി കുറവായിരിക്കുമെന്ന് തോന്നുന്നത്. ഞങ്ങളുടെ മെയിൻ മാർക്കറ്റ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ്. ഞങ്ങൾ അതിനൊന്നിച്ച് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റും കൂടി ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതിയിലുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം കൃഷിഭവനായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവരൊന്നിച്ച് നമ്മളൊന്നിച്ച് തന്നെ ഇതിനൊരു പ്രോത്സാഹനമായിട്ട് ഞങ്ങളൊന്നിച്ചുണ്ട്. അതേപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിൻ്റെ ആൾക്കാരും അവരുടെ ഓഫീസേഴ്സും ഞങ്ങൾ വന്ന് ഞങ്ങളുടെ തോട്ടം കാണുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണ് അതിൽ കുറവുള്ളത്, എങ്ങനെ ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകണം, അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഗൈഡ് ലൈൻസും തരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതും നല്ലപോലെ നീങ്ങുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കൃഷിയോടൊപ്പം പൈനാപ്പിൾ, ചക്ക എന്നിവയുടെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിലിറക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കർഷകർ. ഇവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ ധനസഹായങ്ങളും ലഭ്യമാക്കി മഞ്ചേശ്വരം കൃഷിഭവനും കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടെയുണ്ട്.